ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനി പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷ ശ്രീകാന്തിനോടായിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് താൻ നിൻ്റെ വീട്ടിലേക്ക് വരുന്നില്ല എന്നും ഞാനും നിൻ്റെ അച്ഛനും കണ്ടു കഴിഞ്ഞാൽ അതൊരു വഴക്കിലേക്ക് മാറുമെന്നുമൊക്കെയാണ് നമ്മുടെ ശ്രീകാന്ത് പറയുന്നത്. എന്നാൽ വർഷ വീണ്ടും പറയുന്നുണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്നാണ് ഞാൻ പറഞ്ഞത്, അതായത് ശ്രീകാന്തിൻ്റെ വീട്ടിലേക്കാണ് എന്ന് പറയുമ്പോഴത്തേക്കും ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ടല്ലോ. അതിനുശേഷം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോൾ എന്താ അങ്ങനെ തോന്നാനുള്ള കാരണം? നിനക്ക് പലപ്പോഴും പല സ്വഭാവമാണ്, ഇപ്പോൾ എന്ത് പറയുമെന്നോ പിന്നീട് എന്ത് മാറ്റി പറയുമെന്നോ ഒന്നും തന്നെ പറയാൻ പറ്റുകയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇപ്പം എനിക്ക് എന്തായാലും ശ്രീകാന്തിൻ്റെ വീട്ടിലേക്കാണ് പോകാൻ തോന്നുന്നത്, അതുകൊണ്ട് തന്നെ ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക് നമുക്ക് പോകാം, വേഗം വായെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്തിനോട് പറയാം കേട്ടോ. ശ്രീകാന്ത് ഒരു 10 മിനിറ്റ് ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് തന്നെ തുണികളൊക്കെ പാക്ക് ചെയ്യാനായിട്ട് ഓടി ചെല്ലുകയാണ് വളരെയധികം സന്തോഷത്തോടെ തന്നെ. അതേ സമയം തന്നെ കാണിക്കുന്നത് മഹിമയും മധുസൂദനെയാണ് കേട്ടോ. തൻ്റെ പ്ലാനിങ് എല്ലാം തന്നെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയി പോയില്ലേ എന്നുള്ള സങ്കടത്തിലാണ് മഹിമയുള്ളത്. പെട്ടെന്ന് തന്നെ മധുസൂദനം വന്നിട്ട് പറയുന്നുണ്ട്, അതിന് നിൻ്റെ എന്ത് പ്ലാനിങ് നടന്നത്? നിൻ്റെ പ്ലാനിങ് ഒന്നും തന്നെ അവിടെ നടന്നില്ലല്ലോ, തല്ല് കൊണ്ടുപോകുമ്പോൾ ഞാനല്ലായിരുന്നോ, തല്ല് കൊണ്ടുപോകുമ്പോഴൊക്കെ ഞാനല്ലായിരുന്നു, അപ്പം ഞാനല്ലേ സങ്കടപ്പെടേണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്താണെങ്കിലും എന്താ നമ്മൾ വർഷമോളെ ഇവിടെ പിടിച്ചു നിർത്താൻ നോക്കിയതായിരുന്നു, പക്ഷെ ഒന്നും തന്നെ നടന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൾ നമ്മുടെ മോളല്ലേ, അവൾ എന്താണെന്ന് നമുക്ക് നന്നായിട്ടറിയാം, അവളിവിടെ നിൽക്കാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാമായിരുന്നു, എന്തെങ്കിലും ഒരു ചെറിയ കാരണം കിട്ടിക്കഴിഞ്ഞാൽ അവളുടെ സ്വഭാവം മാറുന്നത് നമ്മൾ തന്നെ കണ്ടിട്ടുള്ളതല്ലേ, അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മകളെ തിരികെ ഈ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരാം, അതിനുള്ള പദ്ധതികളെല്ലാം നീ ആലോചിക്കുകയെന്ന് മധുസൂദന മഹിമയോടായിട്ട് പറയാം കേട്ടോ. ഇതേ സമയം തന്നെ വർഷയും ശ്രീകാന്തും തിരികെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആദ്യം കയറി ചെല്ലുന്നത് ശ്രീകാന്താണ് കേട്ടോ. ഈ ഒരു സമയത്ത് രവി പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് തന്നെ അച്ഛ എന്നുള്ള ശ്രീകാന്തിനെ വിളി കേട്ടുകൊണ്ട് രവി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ശ്രീകാന്തിനെ കാണാൻ ഭയങ്കര സന്തോഷമാവാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ മുഖഭാവം മാറിയതിന് ശേഷം വർഷയെ തിരികെയാണ്, എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ മാത്രമേ വന്നുള്ളൂ എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രീകാന്ത് വേഗം അല്ല എന്നും പറഞ്ഞുകൊണ്ട് വർഷയെ നോക്കുകയാണ്, പുറത്ത് മാറി നിൽക്കുന്ന വർഷയെ നോക്കുകയാണ്. വർഷ വേഗം തന്നെ വാതിലിൻ്റെ പടിയിലേക്കായിട്ട് വന്ന് നിൽക്കുകയാണ്. വർഷയെ ശ്രീകാന്തിനെ ഒരുമിച്ച് കാണുമ്പോഴത്തേക്കും രവിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. രവി ഉടനെ തന്നെ ചന്ദ്ര വേഗം വായെന്ന് പറയുമ്പോഴത്തേക്കും എന്താ രവിയേട്ടൻ നിങ്ങളെ വിളിച്ചു പോകുന്നത്, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രവി അങ്ങോട്ട് നോക്കിയേ എന്ന് പറയുകയാണ് നമ്മുടെ രവി. പെട്ടെന്ന് തന്നെ ചന്ദ്ര പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഇരുവരെയും കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മോനെ ശ്രീകാന്ത് വർഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഓടിച്ചെന്ന് ഇരുവരെയും കെട്ടിപ്പിടിക്കുകയും സ്നേഹപ്രകടനമൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. അകത്തേക്ക് കയറി വന്ന ഉടനെ തന്നെ ശ്രീകാന്ത് അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ രവിനെ ചെന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ വർത്തമാനം കേട്ടുകൊണ്ട് അടുക്കളയിൽ നിന്ന് രേവതി വേഗം വന്നിട്ട് വർഷയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. വർഷ നീ വന്നാൽ എനിക്ക് വളരെയധികം സന്തോഷമായെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഈ ഒരു കാഴ്ച കാണുമ്പോൾ ചന്ദ്രയ്ക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. മാത്രമല്ല മാറി നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതിയുടെ എല്ലാം തന്നെ കാണുകയാണ്. എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാനോ ഇവളുടെ പിണക്കൊക്കെ മാറി ഇത്ര വേഗം തിരിച്ചു വന്നോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ. ഇതേ സമയം തന്നെ സച്ചിയും അതുപോലെ ശ്രുതിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വന്ന ഉടനെ തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രീകാന്തെ എന്തായാലും ഇത്രയും ദിവസം നീ പിണങ്ങി നിന്നല്ലോ, നിനക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല, എന്തിനാ അങ്ങനെ ചെറിയൊരു മുറിയിൽ നീ പോയി കടന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും പക്ഷേ എനിക്ക് തിരികെ വരാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ടാണെന്ന് നമ്മുടെ ശ്രീകാന്ത് മറുപടി പറയാം കേട്ടോ. ഈ സമയത്ത് നമ്മുടെ സച്ചിൻ പറയുന്നുണ്ട്, എന്നാലും ഞാൻ നിന്നെ റെസ്റ്റോറൻറ്റിൽ വന്ന് വിളിച്ചിട്ട് നീ വന്നില്ല, നിൻ്റെ ഭാര്യ വന്ന് വിളിച്ചപ്പോഴാണ് നീ വന്നതെന്നൊക്കെ പറഞ്ഞൊരു സച്ചിയുടെ ചെറിയൊരു പരാതിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ ഓരോരുത്തരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകാന്ത് പറയുന്നത് വർഷ എല്ലാവർക്കും വേണ്ടി ഒരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്, സച്ചിയുടെ മേശപ്പുറത്തുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി മാറ്റി വെക്കുകയെന്ന് പറയുകയും സച്ചി മേശപ്പുറം നല്ല വൃത്തിയായിട്ട് ഒതുക്കി മാറ്റി വെക്കുന്ന സമയത്ത് ഒരു കേക്ക് എടുത്ത് മേശപ്പുറത്തേക്ക് വെക്കുകയാണ്. പെട്ടെന്ന് തന്നെ രവി ചോദിക്കുന്നത്, ഇതെന്താ കേക്ക്, ആരെങ്കിലും ബർത്ത്ഡേ ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അതേ കേക്കൊക്കെ മുറിക്കുന്നത് സാധാരണ ബർത്ത്ഡേ അല്ലേ, ഇന്ന് ആരെങ്കിലും ബർത്ത്ഡേ ആണോ എന്ന് നമ്മുടെ ചന്ദ്രയും ചോദിക്കുന്നുണ്ട്. അല്ല ആൻറ്റി, ബർത്ത്ഡേ ആണെങ്കിൽ മാത്രമല്ല കേക്ക് മുറിക്കാവും, നമുക്ക് എന്ത് സന്തോഷമുള്ള കാര്യങ്ങളുണ്ടായാലും അന്നൊക്കെ കേക്ക് മുറിക്കണം, എന്നാൽ മാത്രമാണ് നമ്മുടെ മനസ്സിൽ ആ ഒരു ഓർമ്മ തങ്ങി നിൽക്കുകയുള്ളൂ എന്നൊക്കെ വർഷ പറയുമ്പോഴത്തേക്കും എല്ലാവരും അത് ശരി വെക്കാറുണ്ട്. എന്നാൽ ഇതെല്ലാം മാറി നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രുതിക്ക് അങ്ങ് തീരെ പിടിക്കുന്നില്ല. കാരണം വീട്ടിലൊരു സന്തോഷമുണ്ട്, അതായത് തൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ശ്രുതിക്ക് സേഫായിട്ട് വെക്കാൻ നോക്കുന്നത്, ബാക്കി എന്ത് കാര്യവും ആ വീട്ടിൽ നടന്നാലും ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും ശ്രുതിക്ക് ഒരു പ്രശ്നമില്ല അല്ലേ. തൻ്റെ കാര്യം സേഫ് ആക്കുന്നതിനുള്ളൊരു ചൂണ്ടക്കൊളുത്താണ് നമ്മുടെ വർഷയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ സച്ചി അടയ്ക്കുന്ന ചന്ദ്രയുടെ അടുത്ത് കുറ്റപ്പെടുത്തി സംസാരിക്കുകയായിരുന്നു. തൻ്റെ കാര്യം തൻ്റെ അച്ഛനും വരുന്ന കാര്യമെല്ലാം തന്നെ ചന്ദ്രൻ്റെ ഒരു നിമിഷത്തേക്ക് മറന്നു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ശ്രുതി കരുതി വെച്ചിരിക്കുന്ന വർഷ തിരികെ വീട്ടിലേക്ക് വന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്ക് അത് തീരെ പിടിക്കുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ വർഷ കേക്കൊക്കെ എടുത്ത് മേശപ്പുറത്തേക്ക് വെക്കുന്ന സമയത്ത് ശ്രുതിയെ വിളിക്കുന്നുണ്ട്. ശ്രുതി നീ എന്താ അവിടെ മാറി നിൽക്കുന്നത്, ഇങ്ങോട്ട് വായെന്നും പറഞ്ഞൊരു വിളിക്കുകയാണ്. വന്ന ഉടനെ തന്നെ വർഷയെ കാണുമ്പോൾ തന്നെ ശ്രുതി പറയുന്നുണ്ട്, നീ വന്നാലും എനിക്ക് വളരെയധികം സന്തോഷമായി, നീ ഇപ്പോൾ ഒന്നും വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്താ മാസങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ അന്ന് കരുതിയത് എന്ന് നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട്. ഞാനതല്ല ഉദ്ദേശിച്ചത്, ഇവിടെ ഇത്ര വേഗം നിങ്ങൾ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് നമ്മുടെ ശ്രുതിയും മറുപടി പറയുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി കേക്ക് കിട്ടിയായിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് വർഷ ചോദിക്കുന്നുണ്ട്, ആരാ കേക്ക് മുറിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ കേക്ക് മുറിക്കുക, നിങ്ങളല്ലേ പിണക്കന്മാരെ വീട്ടിലേക്ക്, അതുകൊണ്ട് നിങ്ങൾ തന്നെ കേക്ക് മുറിക്കാനായിട്ട് രവി പറയുകയാണ്.
അങ്ങനെ വർഷയും ശ്രീകാന്തും കേക്ക് മുറിച്ച് പരസ്പരം രണ്ടുപേരും വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പീസ് എടുത്ത് സുധീയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുകയാണ് ശ്രുതി ചേച്ചി, ഇത് സുധീറിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കാൻ പറയുകയും ശ്രുതി അതുപോലെ തന്നെ കേക്ക് വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മുറിച്ച പീസ് എടുത്ത് രേവതിയുടെ കൈകളിലേക്ക് കൊടുത്തതിന് ശേഷം രേവതി ചേച്ചി ഇത് സച്ചിയേന്ന് കൊടുക്കാൻ പറയുകയാണ്. സച്ചി ആദ്യം പറയുന്നുണ്ട് വേണ്ട ഞാനെടുത്ത് കഴിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് കേക്ക് എടുക്കാൻ ചെല്ലുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല, രേവതി ചേച്ചി തരുന്നത് മാത്രം സച്ചിയുടെ മേടിച്ച് കഴിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി വായിലേക്ക് കേക്ക് മുറിച്ച് കൊടുക്കാൻ കേട്ടോ. അതിനുശേഷം വർഷ ഒരു പീസും കൂടി സച്ചിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. സച്ചി ആണെങ്കിൽ ഞാൻ കഴിച്ചാണല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇത് സച്ചിയായിരുന്നല്ല, ഇത് രേവതി ചേച്ചിക്കാണ്, രേവതി ചേച്ചിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയുടെ വായിലേക്കായിട്ട് കേക്ക് വെച്ച് കൊടുക്കാറുണ്ട്. അതായത് പെട്ടെന്ന് തന്നെ സച്ചി ഭയങ്കര സങ്കടത്തോടെ തന്നെ പറയുന്നുണ്ട്, ഞാനും കരുതി നിങ്ങൾ അന്ന് ഞാൻ ഉണ്ടാക്കിയ പ്രശ്നത്തിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കുമെന്നാണ് കരുതിയത്, പക്ഷേ ഇതൊരു കേക്ക് മുറിച്ച് ആഘോഷമാക്കി മാറ്റി ഇതൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഇനി കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആരും സങ്കടപ്പെടാൻ നിൽക്കേണ്ട അല്ലേ അങ്കിൾ എന്ന് രവിയോട് ചോദിക്കുന്ന സമയത്ത് അതേപോലെ കഴിഞ്ഞു പോയ കാലങ്ങളെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ആലോചിക്കേണ്ട കാര്യമില്ല, അത് കഴിഞ്ഞു പോയ കാലങ്ങളെന്ന് പറഞ്ഞ പുസ്തകങ്ങളെ പോലെയാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മറിച്ച് വായിച്ചാൽ മതി, ഇല്ലെന്നാണെങ്കിൽ അത് ക്ലോസ് ചെയ്ത് വെക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് രവിയും മറുപടി പറയുന്നുണ്ട്. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ നമ്മുടെ വർഷയും ശ്രീകാന്തും വന്നതൊക്കെ ആഘോഷിക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ ഒരു സന്തോഷത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ശ്രുതിയാണ്. ശ്രുതിക്ക് ഇങ്ങനെ എല്ലാവരോടും കൂടിയിട്ട് ചേർന്നതും വർഷ തിരികെ വന്നൊന്നും തന്നെ തീരെ പിടിച്ചിട്ടില്ല. ചന്ദ്രയ്ക്ക് പിന്നെ ഉണ്ടിട്ട്, ചന്ദ്രയ്ക്ക് നമ്മുടെ സച്ചി രേവതിക്ക് കേക്ക് കൊടുത്ത സമയത്ത് മാത്രമേ ചന്ദ്രയ്ക്ക് സങ്കടമുള്ളൂ, ബാക്കി ഓവറോൾ നമ്മുടെ ചന്ദ്ര ഭയങ്കര അധികം സന്തോഷവതിയാണ് കേട്ടോ. കേക്ക് മുറിച്ചതിന് ശേഷം രവി പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ വന്നല്ലേ ഉള്ളൂ, ഒന്ന് ഫ്രഷ് ആയിട്ട് വാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട് എന്തായാലും എൻ്റെ വാക്ക് കേട്ട് നിങ്ങളിങ്ങ് തിരികെ വന്നല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ആൻറ്റിയുടെ വാക്കുകൾ കേട്ടുകൊണ്ടല്ല ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തിരികെ വന്നത്, ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തിരികെ വരാനായിട്ട് ചിലരൊക്കെ കാരണക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ രേവതിയെ നോക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് ആര് കാരണക്കാരായാലും കുഴപ്പമില്ല, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നില്ല, നിങ്ങൾ എന്തായാലും പോയി ഫ്രഷ് ആയിട്ട് വരാൻ പറയുകയാണ്. അപ്പോൾ രേവതിയും സച്ചിയും കാരണമാണ് വർഷ തിരികെ വന്നതെന്നൊക്കെയുള്ളൊരു കുശുമ്പ് നമ്മുടെ ചന്ദ്രയുടെ മനസ്സിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പം തന്നെ വർഷയും ശ്രീകാന്ത് ഫ്രഷ് ആവാനായിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. ബാക്കി എല്ലാവരും അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ ചന്ദ്ര മുഖഭാവമൊക്കെ മാറി നിൽക്കുന്ന കാണുമ്പോൾ തന്നെ രവി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് പറ്റി ചന്ദ്രയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അല്ല ഞാൻ പറഞ്ഞിട്ടല്ല അവരിങ്ങോട്ടേക്ക് വന്നത്, അതേക്കുറിച്ച് ചിന്തിച്ചതാണ് എന്ന് പറയുമ്പോഴത്തേക്കും നീ പറഞ്ഞിട്ടല്ല അവർ വന്നത്, സച്ചിയും രേവതിയും പറഞ്ഞിട്ടാണ് വന്നത്, ഇനിയിപ്പോൾ എന്തായാലും നീ ഇതൊരു വലിയ പ്രശ്നമൊന്നും ആക്കാൻ നോക്കണ്ട, നീ ആ ഒരു കുശുമ്പ് അതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്, ഇനി ഇതും മനസ്സിൽ വെച്ചുകൊണ്ട് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ നീ ശ്രമിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് രവി അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് കാണിക്കുന്ന രാത്രിയായി കഴിയുമ്പോഴത്തേക്കും വർഷയും രേവതിയും ശ്രുതിയും കൂടി നേരത്തെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചില്ല, അതേ രീതിയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട് ശ്രീകാന്തിനും കൂടി ഒരു ഗ്ലാസ് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേണ്ട, ശ്രീകാന്ത് ടെറസിലാണ് സുധിയേട്ടനുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന് പറയുകയാണ്. ഇതേ സമയം തന്നെ ടെറസിന് മുകളിൽ തന്നെ ശ്രുതിയും ശ്രീകാന്ത് സംസാരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണത്തിന് മുന്നേ അടിപൊളി ലൈഫായിരുന്നു, കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും പിടിച്ചു കെട്ടിയ അവസ്ഥയായി. പെട്ടെന്ന് തന്നെ ശ്രുതി പറയുന്നുണ്ട് അതെ കല്യാണത്തിന് മുന്നേ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു എക്സാം പോലെയായിരുന്നു, കാരണം നമുക്ക് ഏകദേശം എന്തൊക്കെ ക്വസ്റ്റ്യൻ വരുമെന്ന് അറിയാമായിരുന്നു, പക്ഷേ കല്യാണത്തിന് ശേഷം BSc നഴ്സിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പോലെയാണ് എല്ലാ കാര്യങ്ങളും, ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പരിചയപ്പെട്ടിരിക്കണം, എന്തൊക്കെ ക്വസ്റ്റ്യനാണ് വരുന്നത് നമുക്ക് ഒട്ടും ചിന്തിക്കാൻ പറ്റുകയില്ല, അതും പ്രയാസപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരിക്കും എന്നൊക്കെ ശ്രുതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളല്ലേ ഇത്ര വേഗം നിങ്ങളുടെ ലൈഫ് മടുത്തോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ലൈഫൊന്നും മടുത്തിട്ടൊന്നുമല്ല സച്ചിയായിട്ട്, നമ്മൾ കല്യാണത്തിന് മുന്നേ എന്ത് വളരെ സന്തോഷത്തോടെയായിരുന്നു, ഈ ഒരു ടെറസിൽ കൂടുന്ന സമയത്ത് നമ്മൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടല്ല എൻജോയ് ചെയ്തിരുന്നത്, സച്ചിയുടെ ലൈഫ് എങ്ങനെ അടിപൊളിയാണോ എന്ന് കണ്ട് ചോദിക്കുന്ന സമയത്ത് പിണക്കത്തിൻ്റെ സമയത്ത് നീ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നാറുണ്ട്, പക്ഷേ ഇണങ്ങി നിൽക്കുന്ന ഞാനും ദേവതയും ഇണങ്ങി നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെയൊന്നും തോന്നാറില്ല, അവളില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് നിൽക്കാൻ പറ്റുകയില്ല എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് ശ്രുതി ഇങ്ങനെ മാറി നിന്ന് ചിന്തിക്കേണ്ടേ ഇവന്മാർ പറഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും സുധീറിന് എന്താ മാറി നിൽക്കുന്നത്, സുധീറിന് ഇത്ര ആലോചിക്കുന്നതെന്ന് ശ്രീകാന്ത് ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ല, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഭാര്യമാരെ പേടിയില്ല, എനിക്ക് സുധീനൊന്നും പേടിയില്ല എന്നൊക്കെ ശ്രുതി മറുപടി പറയുമ്പോഴത്തേക്കും നിന്റെ ഭാര്യയെ പേടിയില്ല, ഒന്ന് പോയേ എൻ്റെ ശ്രുതി എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഇരുവരും കൂടി ശ്രുതിനെ ഇങ്ങനെ കളയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ അടുക്കളയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ശ്രുതി നമ്മുടെ വർഷയുടെ മനസ്സിലേക്കായിട്ട് വിഷം കുത്തി നിറയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ശ്രുതി പറയുന്നത് എങ്ങനെയാണ്, എന്നാലും വർഷ നീ പിണക്കൊക്കെ മാറി വന്നല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷമായി, സത്യം നിൻ്റെ അച്ഛനെ തല്ലിയ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് നീ തിരികെ വീട്ടിലേക്ക് വന്നല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും രേവതി പറയുന്നത് നീ എന്താ മറന്നുപോയ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ശ്രുതി എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല, ഞാൻ ഉണ്ടായ കാര്യമല്ലേ പറഞ്ഞത്, പക്ഷേ നിനക്കിപ്പോൾ സച്ചിയോട് ഒട്ടും ദേഷ്യമില്ല എന്നാണ് നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി ചേച്ചിയുടെ വർത്തമാനം കേട്ടാൽ തോന്നും എനിക്ക് സച്ചിയോടുള്ള ദേഷ്യം കൂടി വരാനാണ് ശ്രുതി ചേച്ചിയുടെ ആഗ്രഹം എന്ന്, എനിക്കിപ്പോൾ എന്തായാലും അങ്ങനെയൊന്നുമില്ല, കഴിഞ്ഞു പോയ കാര്യം വിട്ടേക്ക്, നമ്മളിനി അതേക്കുറിച്ച് സംസാരിക്കേണ്ട എന്നൊക്കെ പറയുക.
സംസാരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീകാന്ത് ടെറസിൻ്റെ മുകളിലാണെന്നൊക്കെ പറയുന്നത്. പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, ഇരുവരിടയ്ക്ക് എന്തെങ്കിലും പിണക്കങ്ങളും മറ്റുമാണോ? പിന്നെ പിണങ്ങുവാണ്, ഇതേ സച്ചി രേവതിയെ പോലെ പിണങ്ങാൻ നിൽക്കുന്നത് കേട്ടോ, ഇവരെ പിണക്കം കണ്ടു കഴിഞ്ഞാൽ കോടതി വരെ എത്തുമെന്ന് തോന്നും എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, പിണക്കങ്ങളും ഇണക്കങ്ങളും ഇല്ലാതെ യാതൊരു ഭർത്തൃ ഭാര്യ ബന്ധവും മുന്നോട്ട് പോവുകയില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം പിണക്കങ്ങളുണ്ടായാൽ മാത്രമാണ് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുക. അല്ലാതെ ഏത് സമയത്ത് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഇടയ്ക്ക് കള്ളത്തരം മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ സച്ചേട്ടൻ വളരെയധികം സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. ഞങ്ങളുടെ ഇടയ്ക്കുള്ള പിണക്കങ്ങൾ ഞങ്ങളുടെ ഇടയിൽ തന്നെ പറഞ്ഞു തീർക്കാറുണ്ട് എന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും വർഷയും അത് സപ്പോർട്ട് ചെയ്ത് തന്നെ സംസാരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതിയുടെ മനസ്സിലുള്ള കുശുമ്പ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രേവതി ശ്രുതിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.